ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് റവ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. റവ ലഡു തരിയുണ്ട എന്നൊക്കെ പറയുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ബ്രൗൺ പാർട്ടുണ്ട് അത് കൂടാതെ ചിരകി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഡു ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനിപ്പോൾ അതുപോലെ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമേ ചിരകി എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം തേങ്ങയുണ്ടാകും. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട കേട്ടോ, ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നമുക്കൊന്ന് ചതച്ചെടുക്കില്ല, ആ ഒരു രൂപത്തിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് റവ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാന് നന്നായിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ലായനി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ പാന് നന്നായിട്ടുണ്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു അരക്കപ്പ് പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയല്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സെയിം റെസിപ്പി ശർക്കര പാനിയിലും റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് പിന്നീട് ഒന്ന് കാണിച്ചു തരണ്ടേ. ഈ ഒരു പഞ്ചസാര ലായനിയിൽ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും ആ ഒരു കാണാനുള്ളൊരു ഭംഗിയൊക്കെ ഉണ്ടാവുക. ഇതിന് കളറൊക്കെ വൈറ്റ് കളറിലൊക്കെ പ്യൂർ വൈറ്റൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 3-4 ഏലക്കായ ചതച്ചതാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഇനി പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരണം. അപ്പോൾ പഞ്ചസാര ഏകദേശം ഇവിടെ നന്നായിട്ട് തന്നെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികം പഞ്ചസാര ലായനി കുറുകി പോകാൻ നിൽക്കരുത്, അതിന് മുന്നേ തന്നെ പാല് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പാല് കയ്യിലില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലൊക്കെ ഇവിടെ ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് അതിൻ്റെ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യും കൂടെ കൂടി വരുമ്പോഴാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ നെയ്യ് മാക്സിമം ചേർത്ത് കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഈക്വലാവുന്ന രീതിയിൽ വേണം ചേർത്ത് മിക്സ് ആക്കി കൊടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 2.5 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കണക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓരോ റവയുടെയും ഓരോ ബ്രാൻഡിൻ്റെയും ഒക്കെ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ മാറ്റം വരാം. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ള ഒരു പാകത്തിനാവുന്ന സമയത്ത് നിർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ റവ ആകുമ്പോൾ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ആയി മാറില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 2.5 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2-3 മിനിറ്റൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോഴേക്കും റവ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാകും. അപ്പോൾ റവക്ക് അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും.
ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ടൈമിൽ ഒന്ന് മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം അധികം വേണ്ടാന്നുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചുകൂടി കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോഴല്ല അവർ കഴിക്കുക. അത് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ റവയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി വറുത്തെടുക്കുക. പിന്നെ ഓവർ വറുത്ത് എടുത്തിട്ട് അധികം ഡ്രൈ ആയി പോകാനൊന്നും നിൽക്കരുത് കേട്ടോ. ഓവർ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഉരുട്ടാനുള്ള ആ ഒരു പാകത്തിന് ആയി കിട്ടണം. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി. കഴിക്കുന്ന സമയത്ത് ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, തേങ്ങാ ബണ്ണ് അതുപോലെ തന്നെ ആ ഒരു മാംഗോ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയതിനും ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായപ്പോൾ അത് അതിലേക്ക് കൂടെ ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കപ്പലണ്ടിയും ബദാമും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഓവർ ചൂടാറാനായിട്ട് നിൽക്കരുത് കേട്ടോ. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനാവുന്ന സമയത്ത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടെടുക്കുക. ചെറിയൊരു ചൂടാറിയതിന് ശേഷം ബോൾസാക്കി എടുക്കണം കേട്ടോ. ചെറിയൊരു ചൂടോട് കൂടെ തന്നെ ഈ സ്റ്റെപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ബോൾസാക്കി എടുക്കാൻ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് പൊട്ടിപ്പോവാതെ നിൽക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് ബോൾസാക്കി എടുക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് നെയ്യൊക്കെ ചേർത്തതല്ലേ, റവയും കൂടി ആകുമ്പോൾ ഓവർ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് പ്രസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സൈസ് വേണോ അതിനനുസരിച്ച് ചെറുതും വലുതുമൊക്കെ ആക്കിയിട്ട് ബോൾസാക്കി എടുക്കാം. ഉണ്ടല്ലോ ഈ രീതിയിൽ ലഡു ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൊത്തമായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു അളവിൽ 2.5 കപ്പ് റവ വെച്ചിട്ട് എനിക്കിപ്പോൾ ഒരു 20ഓളം ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ലഡുകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 20ഓളം ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് അധികം പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്കത് കേടാവാതെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആയാലും സ്നാക്കായിട്ടൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളല്ല ഇത് ചെയ്തെടുക്കാൻ. റവയൊക്കെ ആകുമ്പോഴും നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ റവ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ആ ഒരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.